ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. വേറെ ഒന്നുമല്ല, നമ്മളിതാ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചേച്ചീനെ എടുക്കാൻ പോവുകയാണ്. ചേച്ചീനെയും മക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അവരുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ വർക്കിന് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഒരു ഹീറോൻ്റെ കമ്പനിയിലാണ്. അവിടെ കമ്പനിയിൽ അക്കൗണ്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് വേഗം കുളിച്ച് മാറ്റി. അതുമില്ല കേട്ടോ, ഞാനും ഏട്ടനുമാണ്. അതിനെ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അത് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചിനെയും മക്കളെയും പിക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് നേരെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കേക്ക് വാങ്ങിക്കാൻ നേരെ വീട് പിടിക്കുക, അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ അതാ നമ്മൾ വീടെത്താനായി. നമ്മളെത്താനായിട്ട് ഇനി അമ്മു ശ്രീകുട്ടിയൊക്കെ വരാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ. അപ്പോൾ നമ്മളിതവിടെ വള്ളിക്കുന്ന് എത്തിയിട്ടുണ്ട്. നേരെ വണ്ടി നിർത്തുക, സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്താണെന്നൊന്നും അറിയില്ല, പൊട്ടിയോ ഇല്ലേ ഒന്നും അറിയില്ല. പോയിട്ട് നമുക്ക് കാണാം എങ്ങനെ ഇരിക്കും എന്നൊക്കെ. നമ്മളിതവിടെ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടി നിർത്തുക, കേക്ക് എടുക്കുക, പോവുക. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ആഡംബരമാക്കിയിട്ടൊന്നുമില്ല. ചെറിയൊരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതവിടെ എത്തിയിട്ടുണ്ട്. അമ്മു, ശ്രീകുട്ടി, ചേച്ചി, ഏട്ടൻ. അജീഷേട്ടൻ വന്നിട്ടില്ല കേട്ടോ. ഏട്ടൻ എന്തോ വർക്ക് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോകാനെന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇരുട്ടത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് ആ കാണുന്ന ലൈറ്റാണ് നമ്മളെ വീട് കേട്ടോ. ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയും അച്ഛനും അതുമാണ് അവിടെ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. നമ്മൾ ഒളിച്ചിരുന്ന് പാത്തിരുന്നിട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തന്നെ. അവിടെ കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് അമ്മേനെ നോക്കും, അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കും. ഒരു കൊലായിൽ വേണ്ടേ. ഇവരാണെങ്കിൽ ഞങ്ങൾ വരുന്ന നേരത്തെ ലൈറ്റ് ഓഫാക്കി, ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കും, ഒരവിടെ ഉണ്ടോ നോക്കും. നമ്മളവിടെ ഇരിക്കും. കുറേ ചിരിച്ച് കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. രസമായിരുന്നു, അതൊക്കെ ഒരു രസമായിരുന്നല്ലോ. അവർക്കും ഒരു പ്രത്യേക ഒരു രസമാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് എന്നിട്ടിങ്ങനെ കുറേ പാളി നോക്കി കുറേ നേരം ഇങ്ങനെ നിന്നതിന് ശേഷം പിന്നെ അമ്മ അവിടുന്ന് ഉള്ളോട്ടേക്ക് പോയി. അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് വന്നു. ഇവർ ഒപ്പരം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഉണ്ടോ, ഇപ്പം ആരും കാണാനില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കല്ലിൻ്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കും, എന്നിട്ട് അവർ നോക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മറിഞ്ഞേക്കാം. എല്ലാവരും ഇവിടെ കല്ലിൻ്റെ ബാക്കിൽ നിൽക്കട്ടെ. നമ്മളെ മതിലില്ലേ വീട്ടിൻ്റെ, ആ മതിലിൻ്റെ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി. അമ്മ പേടിച്ച്, എന്താ ഇറ്റിയാൾ, ഇതെന്താ സൗണ്ട്. അമ്മ വെച്ച് ക്രിസ്മസ് ഒന്നുമില്ലല്ലോ, പിന്നെ ഇപ്പം എന്തേ പറ്റിയത്. നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. അപ്പോൾ അച്ഛത ആധുനിക അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നത് കണ്ടോ. ഞാൻ അറിഞ്ഞിരുന്നു, ഇതാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു യാതൊരു കൂട്ടാൻ വരാണ്ടായപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞു. നമ്മളിതാ വന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും വന്ന് കയറിയിട്ടുള്ളൂ. ഇതാണ് നമ്മളെ കേക്ക്. ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത്, വലിയ ആഡംബരമായിട്ട് കേക്കൊന്നും ആരും വല്ലാതെ കഴിക്കില്ലല്ലോ. അപ്പം ഞങ്ങൾക്കുള്ള കേക്ക് വാങ്ങിച്ചു, ചെറിയൊരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പം അമ്മയും മക്കളും എല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണ്. ഞങ്ങളിതവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുക, കൈ ക്ലാപ്പ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓരോ ലൈഫിലെന്ന് പറഞ്ഞാൽ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇപ്പോൾ ഈ സമയമുണ്ടോ. ഞങ്ങൾക്ക് വിവരം വെച്ച സമയത്ത് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കാനേ നമ്മളെക്കൊണ്ട് പറ്റിയിട്ടുള്ളൂ. എന്നാൽ കുഞ്ഞു പ്രായത്തിലും ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, ആനിവേഴ്സറിൻ്റെ അമ്മയ്ക്ക് പറയത്തുമില്ല. അപ്പം ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഓരോ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഓരോ ഞെട്ടിക്കുക, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മൈൻഡിൽ കേട്ടോ. അപ്പം നമ്മൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു പുതിയ വർക്കിന് കയറിയിട്ടുണ്ട്. നമ്മളെ ഹീറോൻ്റെ കമ്പനിയിൽ ചെറിയൊരു വർക്കിന് കയറിയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ പാർട്സ് കാര്യങ്ങൾ അതൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. അവിടെ നമ്മൾ അക്കൗണ്ട്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല, കുറേ ബിസി കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിരുന്നു. ഏട്ടൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഡെയിലി ഇടാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല.
അപ്പോൾ അതാ നമ്മളെ ചെറിയൊരു ഗിഫ്റ്റ് നമ്മളെ ശ്രീക്കുട്ടിയും അമ്മും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലെ തലേ ദിവസം പറഞ്ഞതാണിത്, നമുക്ക് ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് എല്ലാവരും വരണം, വീട്ടിലേക്ക് പോയി നമുക്ക് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ്. അതാണ് ചെറിയൊരു ഫ്രെയിമും കാര്യങ്ങളൊരു അമ്മയ്ക്കും അച്ഛനും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ഞങ്ങളെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഉള്ളതാണ് കേട്ടോ. വേറെ ഒന്നും എടുത്തിട്ടുള്ള ഫോട്ടോ ഇല്ല, പിന്നെ ഒന്ന് ക്ലിയറും ഇല്ല, അതാ സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഒന്നും സർപ്രൈസായി വന്നതല്ലേ, ഒരു സാധനം വീട്ടിലില്ല, എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സാധനം വീട്ടിലൊന്നുമില്ല. അപ്പം എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലാനിലിരിക്കുകയാണ് കേട്ടോ. ഇനി പാട്ടിടുക, ഡാൻസ് കളിക്കുക, അതൊക്കെയാണ് നമ്മളെ മെയിൻ സംഭവങ്ങൾ. ഏട്ടൻ ഇവിടെ ഉണ്ട്, ഏട്ടന് കളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഏട്ടന് 12 മണി വരെയോ അങ്ങനെ എന്തോ കളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ അങ്ങോട്ട് റിട്ടേൺ വരും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ ഡാൻസ് കാര്യങ്ങൾ, പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക, അതൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ കൊല്ലത്തിലൊരിക്കലൊക്കെ ഉള്ളൂ അച്ഛനും അമ്മയ്ക്ക് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലടിച്ച് പൊളിക്കുക, അത്രയേ ഉള്ളൂ. ഇനി നേരെ അച്ഛൻ പറഞ്ഞ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ് കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടച്ചിങ്സ് ആയിട്ട് കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുകയാണ്. അത് എന്താ ചെയ്യുക. അപ്പോൾ അച്ഛൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണത്. ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിക്കുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. കുറച്ചൊക്കെ എൻജോയ് ചെയ്യണം. നമ്മളെപ്പോഴും ഇങ്ങനെ എപ്പോഴും വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അതവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ അല്ല ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളെപ്പോഴും അടിച്ച് പൊളിക്കണം കേട്ടോ. അപ്പോൾ അത് അമ്മ ഇവിടെ ഇല്ല, അമ്മൂനെ മിസ്സ് ചെയ്യുന്നുണ്ട്. അമ്മു വേറെ ഒന്നല്ല, അവൾക്ക് നാളെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ചെറുതായി പഠിക്കാൻ വേണ്ടി പോയതാണ്. കുറച്ചൊക്കെ അവൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഉള്ളിലേക്ക് പോയി. ബാക്കിയുള്ളവൾ കുറച്ച് ഞാൻ വരും, കുറച്ചൊക്കെ പഠിക്കേണ്ടത്, നാളെ എക്സാമായി പിന്നെ പെടൂലേ നമ്മൾ. പിന്നെ അവിടെ പോയി നിന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയും അച്ഛൻ പുറത്തേക്കും പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിന്ന്. അമ്മ അതങ്ങനെ ഇരുന്ന് ഞങ്ങളെ ഓരോ കോമിക്കുകളൊക്കെ വീഡിയോ എടുക്കുകയാണ്. പിന്നെന്താ മക്കളൊക്കെ അതാ കളിക്കുന്നുണ്ട് കേട്ടോ. അറ്റേക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ്. നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വരുന്നതൊക്കെ കണ്ടാൽ തന്നെ അറ്റേക്ക് അന്തം വിടലാണ്. അപ്പോൾ അതാ എല്ലാവരും ഡാൻസ് കളിയിലാണ്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ അച്ഛൻ കൊണ്ടുവന്ന ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഫുഡ് കഴിക്കുക, പിന്നെ നമ്മളെ അച്ഛൻ കൊണ്ടുവന്ന മറ്റേ സാധനം ഉണ്ടല്ലോ ബീറ്, അതടിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതെല്ലാവരും ഉണ്ട്. ചേച്ചിയുണ്ട്, ശ്രീകുട്ടിയുണ്ട്, കൊച്ചുണ്ട്, കിച്ചുണ്ട്, ആടുണ്ട്, അമ്മതാ ഇവിടെ ഉണ്ട്. ഇനി മക്കളുടെ ഡാൻസാണ് കേട്ടോ. അതൊക്കെ നല്ല വൈബാ. ആ മക്കളൊക്കെ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും. കൊച്ചു എന്നൊക്കെ പറയുന്നത് കിച്ചു, ആദു എന്നുണ്ടാ നല്ല വൈബ്. പറ്റിയൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇത്ര നേരം ഇവിടെ വീട്ടിലായിരുന്നു കേട്ടോ. ഞാൻ വർക്കിന് പോകുന്നുണ്ട്, അതിനെ വീട്ടിലാക്കിയിട്ടാണ് പോകല്. അപ്പോൾ അത് നല്ല വൈബിലാണ്. ഇപ്പം നമ്മളെ വേണമെന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതാണ്ട അച്ഛതാ സാധനം കൊണ്ടുവന്നിട്ട് അച്ഛൻ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അച്ഛൻ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തോട്ടെ എന്ന് പറയണം അച്ഛൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ സാധനമൊക്കെ എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ പൊന്തിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക. ഇത് ഫുള്ള് പ്രഹസനമാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളിങ്ങനെ അടിക്കുക അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് അച്ഛൻ അൽഫാം മന്തി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അതും മയോണീസും നമ്മളെ ടൊമാറ്റോൻ്റെ ഉണ്ടോ, ടൊമാറ്റോൻ്റെ ആ സാധനം കച്ചമ്പറുമാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഓരോരുത്തർക്ക് വേഗം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പോകണമല്ലോ, നമുക്ക് അങ്ങോട്ട് പോകണമല്ലോ. അപ്പം ഏട്ടൻ വരും കേട്ടോ. ഏട്ടപ്പോൾ വരും കൊണ്ട് ഏട്ടന് ഫുഡ് കൊടുക്കണം. പിന്നെ നമ്മൾ പോരുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഏട്ടൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മളെ അമ്മയ്ക്ക് അച്ഛനൊരു ചെറിയൊരു ആനിവേഴ്സറി സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ചേച്ചിയുണ്ട്, ലച്ചുണ്ട്, അമ്മുദ, ശ്രീക്കുട്ടി ഇവിടെ ഉണ്ട്.
കിച്ചൻ വന്നിന് മേലെ കയറി ഇരിക്കട്ടോ. ആദ്യം അവിടെ സൈഡിൽ ചേറലുണ്ട്, അച്ചട കഴിക്കുന്നുണ്ട്, കൊച്ചിതവിടെ ഉണ്ട്, അമ്മയുടെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. ഞാനും കഴിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോൾ രസമാണല്ലോ. അപ്പോൾ അതായത് കണ്ടിട്ട് ആരും ഞെട്ടണ്ട, നമ്മൾ അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്, വേറെ ഒന്നല്ല കേട്ടോ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അച്ഛൻ്റെ അമ്മേനും എത്രാമത്തെ അമ്മേ 32ാമത്തെ ആനിവേഴ്സറിയാണ്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അമ്മ ദാ ബേക്കിൽ ഒളിച്ചിക്കിടും. അച്ഛൻ അവിടെ കൊലായിലുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഏട്ടൻ വന്നില്ലല്ലോ? ആരാ 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 ഇവരൊന്നും മിണ്ടൂല, ഇവരൊക്കെ ഇങ്ങനെ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും പോയി കാണാം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല, എപ്പോഴും പറയുന്നതാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളുടെ ആണ്. നമ്മൾ അവിടെ വന്ന് അവിടെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ എന്തായാലും ഡെയിലി വീഡിയോ ഉണ്ടാവും. അപ്പം പുതുതായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.